ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റ് ആണത്. ഈ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പത്മകുമാർ ചില ചെറിയ ചില അമിട്ടുകൾ പൊട്ടിച്ചു. അദ്ദേഹം ഫേസ്ബുക്കിൽ നടത്തിയ പോസ്റ്റൊക്കെ കുറച്ചൊരു പ്രശ്നമായി. ആദ്യം ഒരു പോസ്റ്റ് വന്നു, പിന്നീട് പോസ്റ്റ് പിൻവലിച്ചു. എന്നാലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന ഇന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ആറന്മുളയിലെ വീട്ടിൽ പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സന്ദർശിക്കുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. എന്നാൽ പത്മകുമാർ പിന്നീട് കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ, മാധ്യമങ്ങൾ പറയാൻ തയ്യാറായില്ല. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിന് മുറിവുറുപ്പുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവസരം മുതലാക്കാനായിരിക്കാം BJP നേതാക്കൾ അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ജില്ലാ പ്രസിഡന്റ് PA സൂരജ്, ജില്ലാ ജനറൽ സെക്രട്ടറി അയിരൂർ പ്രദീപ് എന്നിവരാണ് വീട്ടിലെത്തി പത്മകുമാറിനെ കണ്ടത്. BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കൂടിക്കാഴ്ചയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. AV ജയശങ്കർ പത്തനംതിട്ടയിൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും നമ്മോട് സംസാരിച്ചോ? SKN ഇന്ന് 7:30 കൂടിയാണ് ഇത്തരത്തിലൊരു സന്ദർശനം പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വീട്ടിൽ വെച്ചാണ് BJP ജില്ലാ പ്രസിഡന്റും ഒപ്പം തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറിയും കൂടി കൂടിക്കാഴ്ച നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് VS സൂരജ്, സെക്രട്ടറി അയിരൂർ പ്രദീപ് എന്നിവരാണ് വീട്ടിലെത്തിയത്. ഈ കൂടിക്കാഴ്ച ഏകദേശം 15 മുതൽ 30 മിനിറ്റ് വരെ നീണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ എന്ത് സംസാരിച്ചു എന്ന വിഷയം ഈ രണ്ടു പേർക്കും മാത്രമാണ് അറിയുക, ഇരു കൂട്ടർക്കും മാത്രമാണ് അറിയുക. അതിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. നമ്മൾ പത്മകുമാറുമായി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടിയൊന്നും കാര്യമായി തരുന്നില്ല. താൻ പാർട്ടി വിടില്ല എന്ന് രാവിലെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന ഇതാണ് നിലവിലെ സ്ഥിതി. എന്തായാലും BJP കൃത്യമായി പത്മകുമാറിൻ്റെ അതൃപ്തി അത് പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് BJPയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ പത്മകുമാറിനെ ആറന്മുളയിലെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. K സുരേന്ദ്രൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം BJPയുടെ ജില്ലാ പ്രസിഡന്റിന് നൽകി. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച രാത്രി തന്നെ നടത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മറ്റ് പ്രതികരണങ്ങളൊന്നും ഈ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങളൊക്കെ പ്രദേശത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവരവിടെ നിന്ന് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതീവ രഹസ്യമായാണ് BJP ജില്ലാ നേതൃത്വം ഇത്തരത്തിൽ CPUമായി ഇടഞ്ഞു നിൽക്കുന്ന പത്മകുമാറിനെ കൂടിക്കാഴ്ച നടത്തിയത്. പത്മകുമാറിൻ്റെ അതൃപ്തി അത് വളരെ വലിയ അതൃപ്തിയാണ്. അദ്ദേഹം ഇന്ന് രാജു എബ്രഹാം വന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട്, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കൂ, ജില്ലാ കമ്മിറ്റിയിൽ നിലപാടെടുക്കാമെന്നാണ്. എന്തായാലും മറ്റന്നാൾ ചേരുന്ന CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പത്മകുമാറിൻ്റെ ആരോപണങ്ങൾ പരിശോധിക്കും. എന്തായാലും അതിനു മുമ്പ് അദ്ദേഹം പാർട്ടി വിടുമോ അതോ പാർട്ടി നടപടി എടുത്തതിന് ശേഷമാണോ BJPയിലേക്ക് പോവുക? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പത്തനംതിട്ടയിൽ നിലനിൽക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആറന്മുളയുടെ വീട്ടിലേക്ക് നേതാക്കന്മാരെ ഒഴുക്ക് തുടങ്ങി. ചിലരുടെ കയ്യിലൊക്കെ ചാക്കിരിക്കുന്നതാണ് പറയുന്നത്. അദ്ദേഹത്തിന് ചാക്കിലാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല പാർട്ടിയുമായി പ്രത്യേകിച്ചും വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായിട്ട് എടുത്തതിൽ അദ്ദേഹത്തിന് അമർഷമുണ്ട്. കാരണം അദ്ദേഹത്തിന് 52 വർഷം പരിചയമുണ്ട് പാർട്ടിയിൽ. ഇദ്ദേഹത്തിന് വീണ ജോർജിന് 9 കൊല്ലം. തൻ്റെ 52 കൊല്ലത്തിന് പകരമാണോ ഈ 9 കൊല്ലത്തെ ക്ഷണിതാവാക്കിയത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ട് ഇന്ന് വന്നു.